നമസ്കാരം. RRVS DC മത്സരത്തിന്റെ പ്രിവ്യൂ ആണ്. ഈ മാച്ച് നടക്കുന്ന അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ്, ഡൽഹിയിൽ. നമ്മുടെ ഡൽഹി മുംബൈ മാച്ച് കണ്ട ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള വെന്യൂലാണ് നടക്കുന്നത്. അപ്പോൾ RRനെ സംബന്ധിച്ച് ഒരു തോൽവിയിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. RCB ആയിട്ട് തോറ്റിട്ട് ഒരു വളരെ മോശം അവസ്ഥയിലാണ് ഇപ്പോൾ പോയിന്റ് ടേബിളിലുള്ളത്. അതേസമയം ഡൽഹി കളിച്ച കളിയെല്ലാം ജയിച്ചിട്ട് കഴിഞ്ഞ മാച്ച് മാത്രം മുംബൈ ആയിട്ട് ഒരു ചെറിയ മാർജിനിൽ പരാജയപ്പെട്ടിട്ടാണ് ഡൽഹി വരുന്നത്. പോയിന്റ് ടേബിളിൽ 8ാം സ്ഥാനത്തുള്ള RRനെ സംബന്ധിച്ച് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാച്ചാണ്. ഈ മാച്ച് ജയിച്ചേ പറ്റൂ RRന് മുമ്പോട്ടുള്ള യാത്രയിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാവും. ഈ മാച്ച് എന്തായാലും RRന് ജയിച്ചേ പറ്റൂ. അതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ RCB ആയിട്ടുള്ള മാച്ചിൽ നമ്മൾ RRന്റെ ഭാഗത്തുനിന്നും ടീമിന്റെ ഭാഗത്തുനിന്നും ഒരു ഇന്റന്റ് കണ്ടില്ല എന്നുള്ളത് വളരെ ഒരു നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമ്മൾ RCB ആയിട്ടുള്ള മാച്ചിൽ ഏറ്റവും കൂടുതൽ എന്നെ വിഷമിപ്പിച്ചൊരു കാര്യം ആ ഒരു ബാറ്റിംഗിലായാലും ആ ഒരു ഇന്റന്റ് കണ്ടില്ല. അതുപോലെ തന്നെ ബോളിംഗിൽ ഒരു ക്ലൂലെസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു. മൊത്തത്തിൽ ടീമായാലും ക്യാപ്റ്റൻ ആയാലും മൊത്തത്തിൽ ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അല്ല RR കഴിഞ്ഞ മാച്ചിൽ കാഴ്ചവെച്ചത്. രാജസ്ഥാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന അതേ മിസ്റ്റേക്സ് വീണ്ടും ആവർത്തിക്കുകയാണ്. അതായത് ബാറ്റിംഗ് ഓർഡർ ആവശ്യമില്ലാതെ ഷഫിൾ ചെയ്യുന്നു. കഴിഞ്ഞ മാച്ചിൽ ഈ റാണെ ഒന്ന് അവസാനം കൊണ്ടിറക്കണ്ട. നമ്പർ 3 നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ബാറ്റ്സ്മാനാണ്. അപ്പോൾ ആ ബാറ്റ്സ്മാൻ ആ പൊസിഷൻ കൊടുക്കുക. നമ്പർ 4 നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ബാറ്റ്സ്മാനാണ് റിയാൻ പരാഗ്. പുള്ളി അവിടെ ഇറങ്ങിക്കോട്ടെ. വെറുതെ അങ്ങോട്ട് ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പൊസിഷൻ എന്ന് പറയുന്ന ഓരോ ബാറ്റ്സ്മാനെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ മാച്ചിൽ റാണ അവസാനം ഒരു ബോൾ ഇട്ടിട്ട് ഒരു 4 അടിച്ചാണ്. ശരിക്കും ആ ഒരു പിച്ചിൽ കുറച്ചും കൂടി അഗ്രസീവായിട്ട് റണ്ണ് കണ്ടെത്താൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ ആയിരുന്നതാണ്. വെറുതെ ആവശ്യമില്ലാത്ത ചേഞ്ചസ് വരുത്താണ്. അതുപോലെ തന്നെ തുഷാർ ദേശ്പാണ്ഡെ കളിപ്പിക്കുന്നത്. തുഷാർ ദേശ്പാണ്ഡെ ഇനിയും കളിപ്പിക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല എന്തിനാണെന്ന്. ഒന്നാമത് ആ ബോളിംഗ് നോക്കുമ്പോൾ കുറച്ച് വീക്കാണ്. ആർച്ചർ പെർഫോം ചെയ്താലേ ആ ഒരു സ്റ്റാർട്ട് കൊടുത്താലേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു അവസ്ഥയാണ്. ഇപ്പോൾ നാളത്തെ മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ സ്കോറിംഗ് വെന്യൂ ആണ്. അവിടെ ബോളേഴ്സ് നന്നായിട്ട് പെർഫോം ചെയ്തേ പറ്റും. ദേശ്പാണ്ഡെ കളിപ്പിക്കുന്നതിന് പകരം ആകാശ് മതിവാലിനെ കളിപ്പിക്കണമെന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. അതുപോലെ തന്നെ സ്പിന്നേഴ്സ് കുറച്ചും കൂടെ സ്റ്റെപ്പ് അപ്പ് ചെയ്യണം RRന്റെ. കാരണം ഏറ്റവും ആ സ്പിൻ ഡിയോ RRനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പഞ്ചാബ് KKR മാച്ച് നമ്മൾ കണ്ടു. ചാഹൽ എങ്ങനെയാണ് ആ ഒരു പെർഫോമൻസ് കൊടുത്തത്. അപ്പോൾ അതുപോലെ ഒരു പെർഫോമൻസ് സ്പിന്നേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, അസരങ്കയുടെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ തീക്ഷാന്റെ കയ്യിൽ നിന്നും RRന് വേണം. ഇനി ബാറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ബാറ്റിംഗ് പൊസിഷൻസ് ചേഞ്ച് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ സഞ്ജു കുറച്ചും കൂടി ഇന്റന്റ് കാണിക്കണം. സഞ്ജു ഇത്രയും ഡിഫെൻസീവ് ആകാൻ പാടില്ല. കഴിഞ്ഞ മാച്ചിൽ ഒരു ക്ലൂ ഇല്ലാത്ത പോലെയാണ് സഞ്ജു ബാറ്റ് ചെയ്തത്. ഏത് കണ്ടീഷൻ ഏതാണ്, എത്ര റൺ അടിക്കണമെന്നുള്ളൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ഇല്ലാത്തൊരു ബാറ്റ്സ്മാനെ പോലെയാണ് സഞ്ജുവിൻ്റെ ബോഡി ലാംഗ്വേജ് ഉണ്ടായിരുന്നത്. പക്ഷേ സഞ്ജു അഗ്രസീവായിട്ട് കാണും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഓപ്പണിംഗ് ഇറങ്ങി ഏതെങ്കിലും ഒരാൾ അഗ്രസീവായിട്ട് തീർച്ചയായിട്ടും ബാറ്റ് ചെയ്യണം. കണ്ടീഷൻസിന് നാളത്തെ ഇത് വെച്ചിട്ട് കണ്ടീഷൻസിന് നോക്കേണ്ട. അത് ഒരു ഹൈ സ്കോറിംഗ് വെന്യൂ ആണ്. സോ എന്തായാലും 2 സൈഡിൽ നിന്ന് അടി വരണം. അതുപോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് നല്ല രീതിയിൽ ഇന്റന്റ് കാണിച്ചാലേ ഫസ്റ്റ് ബാറ്റ് ചെയ്യണം. ടോസ് കിട്ടിയാൽ ഫസ്റ്റ് ബാറ്റ് ചെയ്യണം. ഫസ്റ്റ് ബാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 200+ റൺ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിന്ന് സെക്യൂർ ചെയ്യാൻ പറ്റും. ഡീസൻ്റ് ആയിട്ട് ബോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ RR. ഇതെന്താ RRനെ പറ്റിയിട്ട് ഇങ്ങനെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ RR വളരെ തിന്നായിട്ടുള്ളൊരു ടീമാണ്. ഒരു ഓവർസീസ് ടോപ്പ് ഓർഡറിൽ ഓവർസീസ് ഒരു ബാറ്റ്സ്മാൻ ഇല്ല. അതുപോലെ തന്നെ ബോളേഴ്സ് ഒന്നും അത്ര ത്രട്ടൻ ചെയ്യുന്ന രീതിയിലുള്ള ബോളേഴ്സ് ആർച്ചർ ഒഴികെ വേറെ ആരും ഇതുവരെ ഈ സീസണിൽ കണ്ടിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് യങ്സ്റ്റേഴ്സിലും ഒരു യങ് ടാലൻറ്റ്, ഇന്ത്യൻ ടാലൻറ്റിലാണ് RRന്റെ ശക്തി. അപ്പോൾ അവർ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പെർഫോം ചെയ്താലേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അല്ല നോർമൽ രീതിയിൽ പെർഫോം ചെയ്തിട്ട് കളി ജയിക്കാൻ പറ്റില്ല. എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു ടീമായിട്ട് പെർഫോം ചെയ്യും. അതുപോലെ തന്നെ നല്ല പെർഫോമൻസുകൾ, ഇൻഡിവിജ്വൽ പെർഫോമൻസുകൾ ഉണ്ട്. ഓരോ മാച്ചിലും ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഉണ്ടാവുകയും ചെയ്താലേ RRനെ സംബന്ധിച്ച് ഈ ഒരു ടൂർണമെന്റിൽ പിടിച്ച് നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ അത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ RRനെ സംബന്ധിച്ച് ഒരു പ്രശ്നം. ഇനി മുന്നോട്ടായാലും അതുണ്ടാവണം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഉണ്ടാവും. ഒരു 80-90 റൺസൊക്കെ ഇപ്പോൾ ജയ്സ്വാലിനെ പോലുള്ള ബാറ്റ്സ്മാൻമാർ, അല്ലെങ്കിൽ റാണ, അല്ലെങ്കിൽ ധ്രുവ്, അതുപോലെ തന്നെ നല്ല ബ്രേക്ക് ത്രൂ കൊടുക്കുന്ന രീതിയിലുള്ള ബോളിംഗ് പെർഫോമൻസുകൾ ഉണ്ടാവണം. അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസുകൾ ഉണ്ടായാലേ RRനെ പിടിച്ചു നിൽക്കാൻ പറ്റും. ഇനി ഡൽഹിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ മാച്ചിൽ ഒന്ന് ചെറുതായിട്ട് പാളി. ആ ബാറ്റിംഗ് ഓർഡർ ഒന്ന് കൊളാപ്സ് ആവുന്ന നമ്മൾ കണ്ടു. ഇത്രയും മാച്ചിൽ അത് കണ്ടിട്ടില്ലായിരുന്നു. കഴിഞ്ഞ മാച്ചിൽ പക്ഷേ നമ്മളത് കണ്ടു. അത് മുംബൈയായിട്ടാണ്. മുംബൈയുടെ ആ ഒരു പെർഫോമൻസും ആ ഒരു പോരാട്ട വീര്യം അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഒത്തിരി വെറിയാനുള്ളൊരു കാര്യമില്ല ഡൽഹിയെ സംബന്ധിച്ച്. കാരണം ഇത്രയും മാച്ചുകൾ അവർ നന്നായിട്ട് പെർഫോം ചെയ്ത് വന്നതാണ്. അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് ആണ് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു സ്പിൻ ഡിയോ, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ് എന്ന് പറഞ്ഞ ഡിയോയുടെ കൂട്ടത്തിൽ പുതിയൊരു സൂപ്പർ ആയിട്ടുള്ളൊരു ബോളർ വിപ്രാജും കൂടെ വന്നപ്പോഴത്തേക്ക് അവർ 3 പേര് സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ഭയങ്കര സ്ട്രോങ് ആയി. അതുപോലെ തന്നെ മിച്ചൽ സ്റ്റാർക്കിന്റെ ഒരു ഓപ്പണിംഗ് സ്പെല്ല്, അതുപോലെ തന്നെ മോഹിത് ശർമ്മ, നട്രാജൻ വരുവാണെന്നുണ്ടെങ്കിൽ നട്രാജൻ, അങ്ങനെ ബോളിംഗ് അത്യാവശ്യം സ്ട്രോങ് ആണ്. ഇനി ബാറ്റിംഗിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും അത്യാവശ്യം പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ ജേക്ക് ഫ്രേസർ മഗർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഓരോ മാച്ചുകളിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു ഡീപ്പായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്റിംഗ് ടീമാണ്. അവരെ സംബന്ധിച്ചൊരു വലിയൊരു ത്രെട്ട് അല്ല RR എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ ഗെയിം നന്നായിട്ട് ഇതുവരെ കളിച്ചു വന്ന ഗെയിം
കറക്റ്റായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ആർആറിനെ ഈസിയായിട്ട് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം തന്നെയാണ് ഡൽഹിയെ സംബന്ധിച്ച്. പക്ഷേ നാളത്തെ മാച്ചിൽ എൻ്റെ മനസ്സ് പൂർണ്ണമായിട്ട് ആർആറിൻ്റെ കൂടാണ്. ആർആർ ജയിക്കണം, സഞ്ജു സാംസൺ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കണം എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. ഡൽഹി ഓൾറെഡി ജയിച്ച് നിൽക്കുന്ന ഒരു ടീമാണ്. ഡൽഹിയും എനിക്ക് പ്രിയപ്പെട്ട ഒരു ടീം തന്നെയാണ്. ഈ വർഷം ആർആർ, ഡൽഹി അല്ലെങ്കിൽ പഞ്ചാബ് അങ്ങനെയുള്ള ടീമുകളൊക്കെ മുകളിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഡൽഹി ആർആർ വരുമ്പോൾ തീർച്ചയായിട്ടും ആർആർ ജയിക്കണമെന്നുള്ള ഒരു ആഗ്രഹം തീർച്ചയായിട്ടും എനിക്കുണ്ട്. എന്തായാലും നമുക്കൊരു ഫാൻറ്റസി 11 കൂടെ നോക്കാം ഈ രണ്ട് ടീമിൽ നിന്നുള്ള. ഞാൻ വിക്കറ്റ് കീപ്പേഴ്സായിട്ട് KL രാഹുൽ, സഞ്ജു സാംസൺ, ധ്രുവ് ജുറേൽ, അഭിഷേക് പൊറലി 4 പേരെ ആഡ് ചെയ്തിട്ടുണ്ട്. ബാറ്റേഴ്സായിട്ട് ട്രിസ്റ്റിൻ സ്റ്റബ്സ്, അതുപോലെ തന്നെ ജേക്ക് ഫേസർ മഗർ ഈ 2 പേരെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾറൗണ്ടേഴ്സായിട്ട് റിയാൻ പരാഗ്, നിതീഷ് റാണ ഈ 2 പേരെ ആഡ് ചെയ്തിട്ടുണ്ട്. ബോളേഴ്സായിട്ട് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ആർച്ചർ, കുൽദീപ് യാദവ് ആൻഡ് തീക്ഷണ ഈ 3 പേരെയാണ്. എൻ്റെ ക്യാപ്റ്റനായിട്ട് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് സഞ്ജു സാംസണെയാണ്. അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റനായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് ജേക്ക് ഫേസർ മഗാർഗിനെയാണ്. ഈ മാച്ച് ഒരു ഹൈ സ്കോറിംഗ് മാച്ച് ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ 2 ഓപ്പണേഴ്സിനെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ആക്കിയിട്ടിരിക്കുന്നത്. എന്തായാലും ഇതൊക്കെയാണ് RR vs ഡൽഹി മാച്ചിനെ പറ്റിയിട്ടുള്ള എൻ്റെ പ്രതീക്ഷകൾ, തോട്ട്സ് ഒക്കെ. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ ഈ ഫാൻറ്റസി 11നെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ ആൾക്കാരെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു IPL റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയുമായി കാണുന്നതിന് വരെ ബൈ.